മാതൃഭൂമി പത്രത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസം കുടിശ്ശിക വരുത്തിയിട്ടുണ്ടെന്ന് പറയാമോ? ഇത് ഇവിടെ തന്ന മറുപടിയാണ്. ഈ സർക്കാർ അധികാരം ഏൽക്കുമ്പോൾ 2014 നവംബർ മുതൽ 2015 ജനുവരി വരെയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതെ, അതായത് നവംബർ, ഡിസംബർ, ജാനുവരി വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ എന്നിവ കുടിശ്ശികയുണ്ടായിരുന്നു. ഇനി ആ 3 മാസത്തെ കുടിശ്ശിക വരുത്തിയതിൻ്റെ കാരണം കൂടി തോമസ് ഐസക് പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 2015 ഫെബ്രുവരി മുതലുള്ള തുക ഗുണഭോക്താക്കൾക്ക് DBT സംവിധാനത്തിൽ, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിൽ വിതരണം ചെയ്തു വരികയായിരുന്നു. DBT സംവിധാനത്തിൽ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ യഥാസമയം രേഖപ്പെടുത്താത്തത് മൂലവും തെറ്റായ രേഖപ്പെടുത്തലുകൾ, ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങളാൽ വിതരണം ചെയ്ത തുക ലഭിക്കാതെ വന്നത് മൂലമുള്ള കുടിശ്ശികയാണ്. മനസ്സിലായോ? പണം കൊടുത്തു സർക്കാർ, ടെക്നിക്കൽ റീസൺസ് കൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വന്നിരിക്കുന്നത്. ആ കുടിശ്ശിക എത്രയാണ്? ഇത് ഡോക്യുമെന്റ് ആണ്. ഇത് അസംബ്ലിയിൽ ടേബിൾ ചെയ്ത ഡോക്യുമെന്റ് ആണ്. 806 കോടി രൂപ. നിങ്ങൾ MLA ഇത് പറയുമ്പോൾ പരിഹസിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത് വിശ്വനാഥ് പറഞ്ഞതുപോലെ ഒരു നറേറ്റീവാണ്, ഒരു ഗീബൽസിയൻ മോഡൽ, ഒരു നറേറ്റീവാണ്. നിങ്ങൾ പോലും വിശ്വസിച്ചിരിക്കുക. 18 മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടി സർക്കാർ വരുത്തിയെന്നും ഒരു നുണ 1000 വട്ടം ആവർത്തിച്ച് പറയുമ്പോൾ സത്യമായി മാറുമെന്നുള്ള ഒരു നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ചീട്ടുകൊട്ടാരമാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണത്. പച്ചക്കള്ളം നിങ്ങളെ പ്രചരിപ്പിച്ചാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉൾപ്പെടെയുള്ള കാലത്ത് നിങ്ങൾ പ്രചരിപ്പിച്ച കാര്യങ്ങളാണ്.